നമ്മൾ കാണാൻ പോകുന്ന ട്രെവി ഫൗണ്ടനാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫൗണ്ടനാണ്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫൗണ്ടൻ. പിന്നെ നമ്മൾ പോകുന്ന പാൻഡിയൻ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ചർച്ചാണ്. ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ ടോപ്പിലിങ്ങനെ ഒരു സർക്കുലർ ഡോമൊക്കെ ആയിട്ടുള്ള ഒരു ചർച്ചാണ്. അതും ഓൾഡായിട്ടുള്ള ഒരു ചർച്ചാണ്. ടെമ്പിളായിരുന്നു ഇനിഷ്യലി, അതിന് കൺവേർട്ട് ചെയ്ത് ചർച്ചാക്കിയതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോണത്. അത് ഞങ്ങളുടെ 3rd ഡേ ആണ് ഇറ്റലിയിൽ. അപ്പോൾ എല്ലാവർക്കും ജിയാൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റെഡിയാക്കി എടുക്കാൻ പോകുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇറ്റാലിയൻ വിശേഷങ്ങളും കാണാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവാണ്, വെർമിസെല്ലി ഉപ്പുമാവ്. നോക്കൂ, ഇങ്ങനെ ഒരു പാക്കറ്റ് മേടിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ നുറുക്ക് ഗോതമ്പും കൊണ്ടുള്ള ഉപ്പുമാവ് കാണിച്ചിട്ടുണ്ട്. നോക്കൂ, ഇതാണ് മേടിക്കേണ്ടത് കേട്ടോ, ബർഗർ വെർമിസെല്ലി. അപ്പം ഞാൻ മേടിച്ചപ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല കേട്ടോ. നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉപ്പുമാവ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഈ വെർമിസെല്ലിയും കൂടെ കൂടുമ്പോൾ ഗോതമ്പിൻ്റെ തന്നെയാണ്, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനൊരു ക്യാരറ്റും ഒരു സവാളയും പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് അളവിൽ നമ്മുടെ ബൾഗർ വെർമിസെല്ലി അളന്നെടുത്തിട്ടുണ്ട്. ഗോതമ്പും കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് വെർമിസെല്ലിയും ഉണ്ട്, നുറുക്ക് ഗോതമ്പും ഉണ്ട്, മിക്സ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ 2 കപ്പ് അളവിന് ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനകത്തേക്ക് ഇരട്ടി വെള്ളം ഒഴിക്കുക. ഞാനൊരു 5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതൊഴിച്ച് വെച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വെക്കുക എന്നുള്ളതാണ്. രാവിലെ തന്നെ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ തലേ ദിവസം തന്നെ വെജിറ്റബിൾ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്നു. എൻ്റെ കയ്യിൽ ബീൻസും ഇല്ലായിരുന്നു കേട്ടോ, ഫ്രഷായിട്ട്. ഇപ്പോൾ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇടാം, ബീൻസ് ഇടാം. അതുകൊണ്ട് ഞാൻ ഫ്രോസൺ പീസാണ് ചേർത്തത് ഇൻസ്റ്റഡ്. അപ്പം അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാറ്റിയെടുക്കാനും പറ്റും. അപ്പം ഞാൻ 5 കപ്പ് അളവിന് 4 കപ്പ് ഒഴിച്ചാൽ മതി. ഞാൻ ഇച്ചിരി അധികം നന്നായിട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ കുക്കായി വരികയാണ് ശരിക്കും. അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്, 20 to 30 മിനിറ്റ്സ് മൂടി വയ്ക്കാം. അപ്പം ഞാനൊരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് ഞാൻ നോക്കും വെജിറ്റബിളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, അപ്പോൾ പാൻ ചൂടാക്കി അതിനകത്തേക്ക് ഞാൻ അവോക്കാഡോ ഓയിലാണ് ചേർക്കുന്നത് കേട്ടോ. വെളുത്തുള്ളി അല്ല കേട്ടോ, സവാള, സാധാരണ സവാള ഒഴിയുക, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഫ്രോസൺ പീസ്, അത്രയൊക്കെയാണ് വേണ്ടത്. ഞാൻ നമ്മുടെ അവോക്കാഡോ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തു. അതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കേട്ടോ. അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് വറുക്കുക. നോക്കൂ, ആ നിറയെ വെള്ളം ഉണ്ടായിരുന്നത് അബ്സോർബ് ചെയ്തു ഒരു 20 മിനിറ്റ്, ഒരു അല്പോടെ ഉണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമ്മുടെ അത് മുഴുവൻ, എൻ്റെ കയ്യിൽ ഇച്ചിരി വെള്ളം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ 4 കപ്പ് ഇരട്ടി ഒഴിക്കുകയാണെങ്കിൽ കറക്റ്റ് പാകമായിരിക്കും കേട്ടോ. വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ ഇഞ്ചി ഒരു ചെറിയ പീസും പച്ചമുളക് 4 ചേർത്ത് അത് എണ്ണയിലേക്ക് ആദ്യം ചേർക്കുക. കടുക് വറുത്തതിൻ്റെ അത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം. ഞാൻ ക്യാരറ്റ് ഒരെണ്ണം ഒരു വലിയ സവാളയാണ് ചേർത്ത്. ഇതിനകത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു ക്യാപ്സിക്കം, ഒരു പിടി ബീൻസൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത്. ഞാൻ അതിന് പകരം ഫ്രോസൺ പീസാണ് ചേർക്കുന്നത് കേട്ടോ. ഞാൻ പിന്നീട് ചിലവ് ഉണ്ടാക്കുമ്പോൾ ഇഷ്ടമായതുകൊണ്ട് അവർ വീണ്ടും ഉണ്ടാക്കാൻ പറയുമല്ലോ, അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ബീൻസ് ഞാൻ മേടിച്ചിട്ടുണ്ടാക്കി. അത് ഇച്ചിരിയോടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ബീൻസൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കുക, പെപ്പറൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കുക. അപ്പോൾ നോക്കുക, അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതൊന്ന് വഴണ്ട് കിട്ടണം നമുക്ക്. അപ്പോൾ നമ്മുടെ ഈ ചൂടുവെള്ളത്തിൽ വെക്കുന്ന, ഞാൻ നേരത്തെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കി കുക്കറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഒരു ഞോളപ്പും ഒരല്പം കുഴഞ്ഞിരിക്കും കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ കുതിർത്തി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. ഹാഫ് ആൻ അവർ കൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അത് കുതിർത്ത് വെക്കുമ്പോൾ അത് കുക്കായി വരികയാണ് ശരിക്കും. പിന്നെ ഈ എണ്ണയിലിട്ടൊന്ന് സോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ വെജിറ്റബിളൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഫ്രോസൺ പീസ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഡ്രൈ പീസ് ചേർക്കണമെങ്കിൽ കുക്ക് ചെയ്തിട്ട് ചേർക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് കുക്കാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചേർക്കുകയാണ്. ഫ്രോസണായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ളതാണ്, അത് ഫ്രോസണാക്കി വെച്ചിരുന്നായിരുന്നു. അപ്പോൾ അതൊരു 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ എല്ലാം ഒന്ന് കുക്കായി വരട്ടെ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കായി കഴിയുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബർഗർ വെർമിസെല്ലി ഇതിനകത്തേക്ക് ഇട്ടൊന്ന് സോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു 10-15 മിനിറ്റ് ഇളക്കിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് ഞാനൊരു 5 മിനിറ്റും കൂടെ. അപ്പോൾ വെജിറ്റബിൾ കുക്ക് ചെയ്യാൻ സമയം കൊടുക്കാം. അതിനകത്തേക്ക് 2 നുള്ള് കായപ്പൊടി ചേർക്കാം, അത് ഫ്ലേവർ കൊടുക്കും കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വഴണ്ട് കിട്ടട്ടെ, കുക്കായി കിട്ടണം ഇത്. അപ്പോൾ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയത് തന്നെ ആയതുകൊണ്ട്
അതിന് നല്ല നമ്മൾ വെർമിസെല്ലി കൊണ്ട് തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാം, നുറുക്ക് ഗോതമ്പ് കൊണ്ട് തന്നെ ഉണ്ടാക്കാം. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതൊക്കെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതും കൂടെ ഒന്ന് പച്ചക്കുത്ത് മാറി വരുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ 5 കപ്പ് വെള്ളം തിളച്ച് ചേർത്താൽ 4 കപ്പിൻ്റെ ആവശ്യമുള്ളൂ. ഇരട്ടി വെള്ളം ചേർക്കുക. 1 കപ്പിന് 2 കപ്പ് എന്നുള്ള അളവിൽ ചേർക്കുക. അപ്പോൾ 2 കപ്പ് ഞാൻ ചേർത്തെങ്കിൽ 4 കപ്പ് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ 5 കപ്പ് ചേർത്തു. അപ്പോൾ ഞാനൊന്ന് ഡ്രെയിൻ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കണേ, ഒരു തവി ഉപയോഗിച്ച്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സോട്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ കുതിർത്ത് വെച്ചിരുന്ന നമ്മുടെ ബർഗർ വെർമിസെല്ലി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു 5 മിനിറ്റ് അതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഒന്ന് മൂടി വെക്കുക. 5 മിനിറ്റ് കൂടെ അത്രേ ആവശ്യമുള്ളൂ. നമ്മുടെ വെർമിസെല്ലി കുക്കായി കിട്ടും. അപ്പോഴത്തേക്കും നുറുക്ക് ഗോതമ്പും ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. വെർമിസെല്ലി തന്നെയല്ല, രണ്ടും കൂടെ മിക്സ് ആയതാണ്. അപ്പോൾ ഞാനിത് മുഴുവനും ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ. 2 കപ്പെന്ന് കുറച്ചേ കാണുള്ളൂ, പക്ഷേ കുതിർന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഇരട്ടിയാവും കേട്ടോ. പെട്ടെന്ന് തന്നെ തീർന്നു പോയായിരുന്നു വെർമിസെല്ലി ഉപ്പുമാവ്. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമ്മൾ വെജിറ്റബിളൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ളതിനകത്ത് ചേർക്കുകയും ചെയ്യാം, കുട്ടികൾ കഴിക്കുകയും ചെയ്യും. നമ്മുടെ സേമിയ പോലെയൊക്കെ ഇരിക്കുന്ന വെർമിസെല്ലി ഇതിനകത്തുള്ളത് കൊണ്ട്. അപ്പം നമ്മുടെ വെർമിസെല്ലി മുഴുവൻ ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ഇളക്കി ഒരു 5 മിനിറ്റ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയ വെള്ളം ഒന്ന് സോട്ടാക്കി എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഏറ്റവും ചെറിയ തീയിൽ 5 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഉപ്പുമാവ് റെഡിയായി നമ്മുടെ. അപ്പോൾ എപ്പോഴും നമ്മൾ അപ്പോൾ ഉപ്പുമാവൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇതാ. ഞാൻ വെർമിസെല്ലി ഇങ്ങനെ ഓർഡർ ചെയ്തപ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഓർത്തില്ല. കാരണം സാധാരണ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെയൊക്കെ ഉപ്പുമാവിൻ്റെ ഒരു ടേസ്റ്റേ ഉദ്ദേശിച്ചുള്ളൂ, പക്ഷേ ഇതിന് ഇരട്ടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഒതുക്കി വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് ലോ ഹീറ്റിൽ ചെയ്യാം. നോക്കൂ, അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് മാറിക്കിട്ടി കുക്കായി വന്നു. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. അപ്പോൾ ഞാൻ ഉപ്പുമാവ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ബർഗർ വെർമിസെല്ലി ഉണ്ടാക്കിയ ഉപ്പുമാവ്. അപ്പോൾ നമുക്ക് ഇറ്റാലിയൻ കാഴ്ചകളിലേക്ക് പോകാം. ഉപ്പുമാവ് റെഡിയാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നോക്കൂ, ഞങ്ങൾക്ക് പോകുന്നത് പാൻതിയോൺ, ഒരു വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ചർച്ചാണ് കേട്ടോ. പക്ഷേ അത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ ചർച്ചാന്ന് തോന്നില്ല, ഇങ്ങനെ പില്ലേഴ്സൊക്കെ വെച്ച്. പക്ഷേ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സർക്കുലർ ഡോം ഷേപ്പാണ് മോള്. അകത്തുനിന്ന് നോക്കുമ്പോൾ കൃത്യമായിട്ട് കാണാൻ പറ്റും. നല്ല തിരക്കാണ്, ക്യൂ ഒക്കെ നിന്നിട്ടാണ് കയറുന്നത്. നിറയെ ആളുകളുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചർച്ച്. അകത്ത് നോക്കൂ, ടോപ്പിൽ ഇങ്ങനെ ഒരു സർക്കുലർ ഡോം ആണ്. അപ്പോൾ BCയിൽ ഇതൊരു ടെമ്പിളായിരുന്നു, പക്ഷെ അത് അപ്പോഴേ നശിച്ചു പോയിട്ട് വീണ്ടും AD നൂറ്റാണ്ടുകളിൽ അത് റീഫർബിഷ് ചെയ്തെടുത്താണ്. പിന്നെ അതൊരു മാതാവിൻ്റെ ഒരു ചർച്ചായിട്ട് മാറ്റിയെടുത്താണ്. അപ്പോൾ ഇതിനകത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചർച്ചാണ്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി ആൾക്കാരുണ്ട് അകത്ത്. അപ്പോൾ അവർ നമ്പറൊക്കെ കൺട്രോൾ ചെയ്താണ് അകത്തേക്ക് കയറ്റി വിടുന്നത്. ഇപ്പോൾ പലതരം ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ ആൾത്താരകളുണ്ട്. അപ്പോൾ ചുറ്റി നടന്ന് കാണാനുണ്ട് കേട്ടോ. അതിനകത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവിടെ ഇരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വന്നത്. ഇപ്പോൾ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ചർച്ചാണ്. അത് നല്ല രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഇപ്പം രാവിലെ ഞങ്ങൾ പോയത് പാൻതിയോൺ ഈ ചർച്ച് കാണാനായിരുന്നു. മുകളിൽ നമ്മുടെ സ്ഥിരം കാണുന്ന ഒരു ചർച്ചിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം തോന്നിയതാണ്. അപ്പോൾ ആ പഴയ മോഡലിൽ തന്നെയാണ് അവർ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പാൻതിയോൺ ചർച്ച്, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ചർച്ച്. ഇറ്റലി റോം പോകുമ്പോൾ മിസ് ചെയ്യരുതാത്ത ഒരു സംഭവമാണിത്. അപ്പോൾ ചർച്ചിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടന്നു പോകുമ്പോൾ വേറൊരു ചർച്ച് ഉണ്ടായിരുന്നു അവിടെ.
അപ്പോൾ ആ ചർച്ചിൽ ഇങ്ങോട്ട് കയറിയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ആ ചർച്ചിൻ്റെ ഞാൻ പ്രത്യേകത കണ്ട മുകളിൽ സീലിംഗ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ ഭയങ്കര ആർട്ട് അതിമനോഹരം. അപ്പോൾ അവിടെ ഒരു കണ്ണാടി ഉണ്ട്. ആ കണ്ണാടിയിൽ നിന്ന് നമുക്കിങ്ങനെ മുകളിലത്തെ അതിൻ്റെ ആർട്ടിൻ്റെ പിക്ചർ എടുക്കാം. അപ്പോൾ കുട്ടികൾ അവിടെ ക്യൂ നിന്നപ്പോഴാണ് അപ്പോൾ സാറ്റർഡേ ആയിരുന്നു. ഞാൻ നാട്ടിൽ നമ്മൾ പള്ളിയിൽ മിസ്സായല്ലോ എന്ന് ഓർത്തപ്പോൾ അവിടെ ഒരു കുർബാന നടക്കുമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ആ കുർബാന കൂടാൻ പറ്റി. വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുർബാന കൂടിയപ്പോഴത്തേക്കും കുട്ടികൾ അവിടെ നിന്ന് ക്യൂവിൽ നിന്ന് അവരുടെ പിക്ചറുകളൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ 2 പള്ളികളുടെ വിസിറ്റായിരുന്നു രാവിലെ. അപ്പോൾ പള്ളികൾ 2 വിസിറ്റ് ചെയ്ത് ഞങ്ങൾ ഉച്ച കഴിഞ്ഞൊരു ഫൗണ്ടൻ കാണാനാണ് പോകുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർക്കിടെക്ചറിൻ്റെ മുകളിൽ ചർച്ചയ്ക്ക് കഴിഞ്ഞാൽ ഈവനിങ് പോയത് ചെവി ഫൗണ്ടൻ കാണാനാണ് കേട്ടോ. നമുക്ക് ബിഗ്ഗസ്റ്റ് ഫൗണ്ടനാണ്, ഭയങ്കര ഫേമസാണ്, നിറയെ ആളുകളുണ്ട്. ആ ഫൗണ്ടനിൽ കഴിഞ്ഞാൽ നമ്മൾ കോയിൻ എറിയാം, ഒരു വിഷ് നമുക്ക് വിഷ് ചന്തം പോയ കോയിൻ കുട്ടികളതൊക്കെ ചെയ്തു. അപ്പോൾ ആ മണിയെല്ലാം ചാരിറ്റിയിലേക്കാണ് പോകുന്നത്. നല്ലൊരു ഗുഡ് കോസിനുള്ള വേണ്ടിയാണ് മണി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഞങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. ഫൗണ്ടൻ വിസിറ്റ് കഴിഞ്ഞ് ലഞ്ച് കഴിച്ചു. പിസ്സ, പാസ്ത, ലസാനിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. ഒരു സ്വീറ്റ് ഷോപ്പാണ്, അതിമനോഹരം, പല തരത്തിലുള്ള കളറുകൾ, ഒരുപാട് സ്വീറ്റ്സ്. അപ്പോൾ ആ സ്വീറ്റ്സ് എല്ലാം കുട്ടികൾ കുറേ മേടിച്ചു. പിന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞൊരു ഷോപ്പിംഗ് സെൻറ്ററിലാണ് പോയത്. ഷോപ്പിംഗ് സെൻറ്ററായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഒരു വലിയൊരു മോള് പോലെയാണ് തോന്നുന്നത്. അകത്ത് കയറുമ്പോൾ ബ്യൂട്ടിഫുള്ളായിട്ട് ഓരോ ഷോപ്പും ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് ഞാൻ ഒരു ടോയ് ഷോപ്പിലൊന്ന് കയറി. അപ്പം ഞങ്ങളവിടെ ഇരുന്ന് ടോയ് ഷോപ്പൊക്കെ വിസിറ്റ് ചെയ്ത് പുറത്തിറങ്ങിയത് തുണികളുടെ കടയിലൊക്കെ കയറി. ഒരു വലിയ ഷോപ്പിംഗ് മോളാണത്. അപ്പോൾ അതിലൊക്കെ ഒന്ന് കയറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ് കേട്ടോ. ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ്. ഈവനിങ് ചെയ്യൊക്കെ കഴിഞ്ഞു. അപ്പോൾ തിരിച്ചു പോകുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. നല്ല ചൂടായിരുന്നു, വെതർ നല്ലതായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തിരിച്ചു പോകുന്നത് സ്ഥലത്ത് കൂടി തന്നെയാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, അവർ സ്വീറ്റ്സൊക്കെ കഴിക്കുകയാണ് തിരിച്ച് വീട്ടിൽ വന്നിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ച് പോകുന്നത് കേട്ടോ. താങ്ക് യു, ബൈ.